സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. എംപോക്സിന്റെ ഏത് വകഭേദമാണ് സ്ഥിരീകരിച്ചതെന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത വന്നേക്കും. 2B ആണെങ്കിൽ വ്യാപനം കുറവായിരിക്കും, അതേസമയം 1B ആണെങ്കിൽ വ്യാപനശേഷി കൂടുതൽ ആണ്. ആശങ്ക വേണ്ടെന്നും എംപോക്സ് രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നുമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത്. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഏത് വകഭേദമാണ് എന്നതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ഇന്ന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമല്ലേ? ഒപ്പം ഇതിൽ ഈ ഒരു ആശങ്ക അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ഈ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായിട്ടുണ്ടോ? ശ്രുതി, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് പ്രകാരം സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതായാലും എംപോക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ്. പക്ഷേ നിരീക്ഷണം ഏതായാലും ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഏത് വകഭേദമാണ് നിലവിൽ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ട്. അതിലേതായാലും ഇന്ന് തന്നെ വ്യക്തത വന്നേക്കുമെന്നൊരു സൂചനയാണ് ലഭിക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ 2B ആണെങ്കിൽ അത്രയധികം പേടിക്കേണ്ട സാഹചര്യമില്ല, വ്യാപനശേഷി കുറവാണ് എന്നതാണ്. പക്ഷേ 1B ആണെങ്കിൽ വ്യാപനശേഷി കൂടുതലാണ്. അത് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന വകഭേദമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണോ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള പരിശോധന തുടരുകയും ചെയ്യും. നിലവിൽ ഏതായാലും ഇദ്ദേഹം എത്തിയിരിക്കുന്ന ഫ്ലൈറ്റിലെ മറ്റ് യാത്രക്കാരെയൊക്കെ തന്നെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 43ഓളം പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, അവർക്ക് വിവരങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തത്. നാട്ടിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ള 23 പേർ, അവരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും മറ്റ് ബുദ്ധിമുട്ടുകളോ സാഹചര്യങ്ങളോ പേടിക്കേണ്ട ഒരു സാഹചര്യങ്ങളോ ഇല്ല എന്നതാണ്. രോഗിയുടെ നിലയും തൃപ്തികരമായി തുടരുകയാണ്. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതായാലും ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല എന്നതാണ്. പക്ഷേ പരിശോധന കർശനമായി തുടരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ എയർപോർട്ടുകളിൽ ഒരു പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ എംപോക്സുമായി ബന്ധപ്പെട്ട രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരോട് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യമാണ്. എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നവരാണെങ്കിൽ അവർക്ക് എയർപോർട്ടിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ആശുപത്രികളിലെല്ലാം തന്നെ ഒരു പ്രൊസീജിയർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏത് വിധത്തിലാണ് ഇത് ഏതുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിലാണ് നടപടികൾ കൈക്കൊള്ളേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓരോ ആശുപത്രിക്കും ഈ പ്രൊസീജിയറായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല. രോഗിയുടെ നില തൃപ്തികരമാണ്. കൂടെയുള്ള എല്ലാ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റ് ആശുപത്രികളിൽ, അതായത് എംപോക്സ് ചികിത്സയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശുപത്രികളിൽ അതിൽ ഐസൊലേഷൻ ചികിത്സാ സംവിധാനം എല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ജാഗ്രത വേണം, പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് അറിയിക്കുന്നത്. ശ്രുതി, സുനിഷ സൂചിപ്പിച്ചതുപോലെ ജാഗ്രത തന്നെയാണ് വേണ്ടത്, ആശങ്കപ്പെടേണ്ട ഒരു 1B ആണോ 2B ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായിട്ടും.